അമ്പിയാക്കന്മാരെ ആരാധിക്കാൻ പാടില്ല, കല്ലുകളെ ആരാധിക്കാൻ പറ്റില്ല, മക്ബറകളെ ആരാധിക്കാൻ പറ്റൂല, ചെടികളെ ആരാധിക്കാൻ പറ്റൂല, സ്വാലിഹീങ്ങളെ ആരാധിക്കാൻ പറ്റൂല. ഇതാണ് തൗഹീദ്, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ മാത്രം ഒന്ന് വായിച്ചു നോക്ക്. അർ-റഹ്മാനുർ റഹീം മാലികി യൗമിദ്ദീൻ, നാലാമത്തെ ആയത്ത് കഴിഞ്ഞ് അഞ്ചാമത്തെ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. 17 തവണ മനസ്സ് തട്ടിയിട്ട് നമ്മൾ പറഞ്ഞ വാക്കാണ്, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. എങ്ങനെയാണ് നമുക്ക് CM മടവൂരേ എന്റെ തുണയല്ലാതെ ഞങ്ങൾക്ക് തുണല്ല, മുഹിയുദ്ദീൻ ശൈഖേ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ, അമ്പുറന്തങ്ങളെ ഞങ്ങളുടെ പ്രതിസന്ധി തീർക്കണേ, എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? കഴിഞ്ഞ റമദാനിന്റെ 17-ലും കഴിഞ്ഞ റമദാനിന്റെ 27-ാം രാവുകളിലും നമ്മുടെ ജില്ലയുടെ പല സ്ഥലങ്ങളിലും കേട്ട ശബ്ദം എന്തായിരുന്നു? ബദരീങ്ങളെ, ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാം തന്നത്. അവരൊക്കെ എന്തിനാണ് യുദ്ധം ചെയ്തിരുന്നത്? അവർ യുദ്ധം ചെയ്തത് ബദരീങ്ങളെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് യുദ്ധത്തിന് പോയത്. അവരുടെ മരണശേഷം മനുഷ്യർക്ക് പറ്റിയ അപരാധം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ മനുഷ്യരെ തന്നെ, ആ നല്ലവരായ ശുഹദാക്കന്മാരെ തന്നെ അറബിയിലും മലയാളത്തിലും വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ ആദ്യമായി അൽ ബഖറ സൂറത്തിന്റെ 21 ഒരു കൽപ്പന പറയാണ്. എന്താ കൽപ്പന? യാ അയ്യുഹന്നാസ്, മനുഷ്യരേ, എല്ലാ സർവ്വ മനുഷ്യർക്കും ഉള്ളതാണ് ഈ ഖുർആൻ, ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഈ ഗ്രന്ഥം. ഇതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കണം, ഇതിന്റെ ആശയം അവർ പഠിക്കണം. ഈ ഖുർആൻ എന്ന് പറഞ്ഞത് ഹുദൽ ലിന്നാസ്, സർവ്വ മനുഷ്യർക്കുമുള്ള സന്മാർഗ്ഗമാണ്. ഇത് മുസ്ലിങ്ങൾ ഇങ്ങനെ കൊണ്ടുനടക്കാനുള്ളതല്ല, മുസ്ലിങ്ങൾ മാത്രം കാണാതെ സൂക്ഷിക്കേണ്ട ഒന്നല്ല. ഇത് സകല മനുഷ്യർക്കും ഇതിന്റെ സന്ദേശം കിട്ടണം. അത് പുസ്തകത്തിലൂടെ ആയാലും പരിഭാഷയിലൂടെ ആയാലും പ്രഭാഷണത്തിലൂടെ ആയാലും ഇത് സർവ്വ മനുഷ്യർക്കുമുള്ള സന്മാർഗമാണ്. ആ സന്മാർഗ ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ കൽപ്പന, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. കഴിഞ്ഞു. ബട്ട് ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിൽ വരൂല. നിങ്ങളെയും നിങ്ങളുടെ മുമ്പുണ്ടായവരെയും സൃഷ്ടിച്ചത് ആരാണോ അവനെ ആരാധിക്കണം. ആകാശം പടച്ചതാരാ, ഭൂമി പടച്ചതാരാ, നക്ഷത്രങ്ങളെ സംവിധാനിച്ചതാരാ, നമ്മുടെ മാതാവിനെ പിതാവിനെ അതിന്റെ മേലേക്കുള്ള നൂറ്റാണ്ടുകളുടെ തലമുറകളെ ഈ ലോകത്ത് തന്നതാരാ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പേര് പറയാൻ പറ്റുമോ? ആരുമല്ല. അമ്പിയാക്കന്മാരെ സൃഷ്ടിച്ചതാരാ? അള്ളയാണ്. ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. 22-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുക്ക് സമന്മാരെ ഉണ്ടാക്കരുത്. അല്ലാഹു കാണുന്ന പോലെ കാണും, അല്ലാഹു കേൾക്കുന്ന പോലെ കേൾക്കും, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന പോലെ ഇന്നാളോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. എന്തൊക്കെ വിശ്വാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ! അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച യഥാർത്ഥ ആശയത്തിന് നേർവിപരീതമായി ഒട്ടനേകം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. ആരാധനയുടെ എല്ലാ ഘടകങ്ങളും അള്ളാഹ്ക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ആരാധന എന്നതിന്റെ ഏറ്റവും അടിത്തറയാണ് പ്രാർത്ഥന എന്നുള്ളത്. അപ്പൊ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പടച്ച റബ്ബിനോട്. അത് ആരാധനയാണ്. നേർച്ച വഴിപാടുകൾ ആർക്കാണ് കൊടുക്കേണ്ടത്? റബ്ബിന്. ബലികർമ്മങ്ങൾ ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണ്? അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇങ്ങനെ ആരാധനയുടെ ഏത് ഇനങ്ങൾ വന്നാലും അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കുക. അതാണ് തൗഹീദ്. അവിടെയാണ് മനുഷ്യർ ഇന്ന് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചത്. ഇതിലേറ്റവും പ്രധാനത്തോടെ നമ്മൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് എന്തെല്ലാം അർത്ഥങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മുടെ നാട്ടിലെ അങ്ങാടിയിലൂടെ മൈക്കിലൂടെ ബോക്സിലൂടെ പാടുന്ന വരികൾ എവിടേക്കായിരുന്നു അർത്ഥം വെച്ച് നോക്കി. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരുന്ന നബിയെ നിങ്ങൾക്ക് സലാം. പാപങ്ങളെല്ലാം മായ്ച്ചു കളയുന്ന നബിയെ നിങ്ങൾക്ക് സലാം. അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക കാദ ഹസൻതു ളന്നി യാ ബശീറു യാ നദീറു. അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു നബിയേ. അങ്ങയുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു നബിയെ. എനിക്കെന്താ വേണ്ടത്? ഫദ്ലകൽ ജമ്മൽ ഗഫീർ, പാവങ്ങൾ പുറത്തു തരണം നബിയെ. അറബി ആയതുകൊണ്ട് പലർക്കും ഇത് അർത്ഥം അറിയില്ല. പാവങ്ങൾ ഇങ്ങനെ ഇത് പാട്ടല്ലേ എന്ന് വിചാരിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. റബീഉൽ അവ്വൽ കഴിഞ്ഞ് റബീഉൽ ആഖിർ വന്നപ്പോ നമ്മുടെ പരിസരങ്ങളിലുള്ള പള്ളികളിൽ ജീലാനി ദിനത്തിന്റെ ആഘോഷം ആരംഭിച്ചപ്പോ ഏത് പേരാ വിളിച്ചത്? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അള്ളാന്റെ ഖുർആനിലുണ്ട്, പള്ളി ദർശന കിതാബിൽ ഇതുണ്ട്, പള്ളിയിൽ വെച്ച ഖുർആനിൽ തിരിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ വെച്ചിട്ട് ആ പള്ളിയിൽ നിന്നാണ് യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാളിറു ഹാളിറു ഇമ്മജ്ലിസിൽ ഹാളിറു 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 12 റക്അത്ത് നമസ്കരിച്ചിട്ട് കുത്തുബിയ്യത്തെടുത്ത് ഓതിയിട്ട് ആരെയാണ് വിളിക്കുന്നത്? യാ അല്ലാഹ് എന്നാണോ, യാ റഹ്മാൻ എന്നാണോ, യാ ഗഫൂർ എന്നാണോ? അല്ല. ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട ഒരു കാലത്ത് ഒരുപാട് ഇസ്ലാമികമായി സേവനം ചെയ്ത മഹാപണ്ഡിതനായ മുഹയ്യദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കേരളക്കാരായ നമ്മുടെ നാട്ടിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വിളിച്ചാൽ 1000 തവണ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന വിശ്വാസം അവരെ പഠിപ്പിച്ചു കൊടുത്തു. അവരത് സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, അവരോട് പറഞ്ഞു കൊടുത്തത് എന്താ? വല്ലേ നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പോടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. മുഹയ്യദ്ദീൻ ശൈഖിനെ കേരളത്തിന്റെ ലോകത്തിന്റെ എവിടെങ്കിലും ഒരു കോണിൽ നിന്ന് വായ പൂടുന്നതിന് മുമ്പ് ഉത്തരം കിട്ടും. എവിടുന്ന് വിളിച്ചാലും വായ പൂടുന്നതിന് മുമ്പ് ഉത്തരം കിട്ടുന്ന അല്ലാഹ് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ മുഹയ്യദ്ദീൻ ശൈഖിനെ പറ്റി പറഞ്ഞ കിതാബിൽ ഇത് കേട്ടു. സാധുക്കളായ ജനങ്ങൾ അത് വിളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ മുഹയ്യദ്ദീൻ ശൈഖിന് നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണാൻ പറ്റുമോ? അപ്പോൾ അതിന് മറുപടി ഉണ്ട്. പറ്റും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. വീട്ടിൽ പോയിട്ട് വായിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടുന്നേലും കിട്ടുമെങ്കിൽ അന്വേഷിച്ച് നോക്കും. മുഹയ്യദ്ദീൻ മാലന്റെ കിതാബ് കിട്ടുമെങ്കിൽ ആർക്കും പഠിക്കാലോ, ആർക്കും പഠിച്ചു നോക്കാം. എന്താ പറഞ്ഞ? കുപ്പിയകത്തുള്ള ആ വസ്തുവിനെ പോലെ. നമ്മുടെ ഒരു കുപ്പിക്കകത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ഒരു മീനോ സാധനോ എന്തെങ്കിലും ആണെങ്കിൽ അത് നമ്മൾ കാണുന്ന പോലെ മുഹയ്യദ്ദീൻ ശൈഖ് നമ്മുടെ കൽബിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ശൈഖ് അറിയാൻ പറ്റും. അപ്പൊ നമ്മള് അള്ളാന്റെ ഖുർആൻ അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തിസ് സുദൂർ, ഹൃദയത്തിലുള്ളതെല്ലാം അറിയുന്നത് അള്ളയാണ് എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അവിടെ തന്നെ പോയി. പിന്നെ മുഹയ്യദ്ദീൻ ശൈഖിന് എല്ലാം ഉണ്ടാക്കാൻ പറ്റും? എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ആകെന്ന് ചൊല്ലുകില്ലാകുമാതെന്നോവർ. മുഹയ്യദ്ദീൻ ശൈഖ് ഒരു വസ്തുവിനോട് ഉണ്ടാകൂന്ന് പറഞ്ഞാൽ മതി, അത് ഉണ്ടായിത്തീരുന്നതാണ്. പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഖുർആൻ പറഞ്ഞത് അങ്ങനല്ലല്ലോ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. നമ്മൾ 3ാം ക്ലാസ്സിൽ നിന്ന് കാണാതെ പഠിച്ച യാസീൻ സൂറത്ത്.
ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ, ഒരു കാര്യം അല്ലാഹു ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ കുൻ കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അതുണ്ടാകും. അത് അള്ളാന്റെ പ്രത്യേകതയാണ്. ഇത് മനുഷ്യന്മാർക്കുണ്ട് എന്ന് വാദിക്കുകയാണ് ഈ കിതാബുകളിലൂടെ. മുഹീദ്ദീൻ മാലയിലും ഖുത്ബിയ്യത്തിലും ഒക്കെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ശൈഖിനോടാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞാൽ റിഫായി റാത്തീബ് ആരംഭിക്കും. റിഫായി റാത്തീബ് ആരംഭിക്കുമ്പോ ആരെയാ വിളിക്കുന്നത്? ഒരു നബിനെയല്ല, അതുപോലും നമുക്ക് പറ്റൂല. ഒരു മനുഷ്യനെ വലിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന റിഫായി ശൈഖിനെ കുറിച്ച് പറഞ്ഞ കള്ളക്കഥകളും കെട്ടുകഥകളും എഴുതിയുണ്ടാക്കിയിട്ട് ഇരുന്നേ ഇരുപ്പിലെ ആകാശം കണ്ടോവർ. മുഹീദ്ദീൻ ശൈഖ് നിലത്തങ്ങ് ഇരുന്നാൽ 7 ആകാശം കാണാൻ പറ്റുന്ന പഠിപ്പിച്ചു കൊടുക്കുന്നത്. റിഫായി ശൈഖോ ഇരുന്നേ ഇരുപ്പിന്നെ ലൗഹുൽ മഹ്ഫൂദ് നോക്കിയതെന്നോവർ. മുഹീദ്ദീൻ ശൈഖിനൊന്നും കഴിവില്ല മക്കളെ. റിഫായി ശൈഖ് ഇരുന്ന ഇരുപ്പിൽ ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരങ്ങൾ അറിയുന്ന പണ്ഡിതനാണ്. അതുകൊണ്ടാണ് ഇവൻ ഈ പണി തുടങ്ങിയത്. അതുകൊണ്ട് റിഫായി ശൈഖ് വരണമെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കിയ പോരാ, കുത്തറാത്തി പടത്തണം. അത് ഞാനും നിങ്ങളും നടന്ന വിചാരിക്കൂല. അതിന് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. നമ്മൾ കണ്ണിനും കാലിനൊക്കെ സ്പെഷ്യലിസ്റ്റുള്ള പോലെ കുത്തുബിയത്ത് പോലെ കുത്തറാത്തീബിന് സ്പെഷ്യലിസ്റ്റുകൾ വന്നിട്ട് കത്തിയൊക്കെ എടുത്ത് വന്നിട്ട് ചാടി പൂരിഞ്ഞിട്ട് അത് കണ്ട് വരഞ്ഞ് കയറിയിട്ട് ഒരു വിളിയൊക്കെ ഉണ്ട്. അഹ്മദുൽ കബീർ അൽ റിഫായി എന്നൊക്കെ വിളിച്ച് കുട്ടികളിലോട്ടൊന്നും നടത്താൻ പറ്റാത്ത പരിപാടി. ഞാൻ പറയാം, പച്ച ഷിയായിസത്തിനെ ഈ നാട്ടിലെ മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഷെയ്ഖിനെ ഹാദിറാക്കിയിട്ട് പ്രയാസം മാറ്റാൻ വേണ്ടി കൊണ്ടുവരുന്ന ഉത്തറാത്തീബിൽ വിളിക്കുന്നത് ആരെന്ന് നിങ്ങൾ വിചാരിച്ച്? റിഫായി ഷെയ്ഖേ ഇവിടെ വന്നിട്ട് നിന്ന് ശരിയാക്കി തായോ എന്നാണ് പറയുന്നത്. അവിടുന്നെല്ലാം കഥകൾ മാറി. ഇതൊക്കെ പണ്ട് നമ്മുടെ നാട്ടിൽ കേട്ട് ബദരീങ്ങളെ വമ്പറന്തങ്ങളെ മുഹീദ്ദീൻ ശൈഖ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലൂടെ വാതോരാതെ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ അള്ളാഹനെ ആരാധിക്കണമെന്ന് പറയേണ്ട കേരള യാത്രകൾ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പ്രഖ്യാപിക്കേണ്ട കേരള യാത്രകൾ അവസാനിച്ചപ്പോൾ എന്തൊക്കെയാ പറഞ്ഞേച്ചു പോയത്? നിങ്ങൾ കേട്ടുപോയോ? ആലോചിച്ചു നോക്ക്, എന്തെല്ലാം തെറ്റിദ്ധാരണകൾ ആ സമൂഹത്തിന് ഇട്ടുകൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ആലോചിച്ചു നോക്ക്. അള്ളാഹുവിന്റെ ദീന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും സവിശേഷമായ പ്രധാനപ്പെട്ട ഗുണപാഠമാണ്. ഏത് പ്രതിസന്ധി വന്നപ്പോഴും അമ്പിയാക്കന്മാര് പ്രാർത്ഥിച്ചത് അള്ളാഹിനോടാണ്. അള്ളാഹിനോട് പ്രാർത്ഥിച്ചത്. അത് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവോടാണ്, ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാഹ്, ഞങ്ങൾക്ക് സംഭവിച്ചു പോയി റബ്ബേ, ഇല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിലാകും. 18 കൊല്ലം രോഗം ബാധിച്ച് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ, എന്തിനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ കുത്തുബിയത്തും ഹദ്ദാദും റാത്തീബും ദണ്ണും വസൂരിയും വബിയും പ്രയാസമൊക്കെ മാറാൻ വേണ്ടിട്ടല്ലേ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന് 18 കൊല്ലം രോഗം ബാധിച്ചപ്പോൾ വഅയ്യൂബ ഇദ്നാദാ റബ്ബ അന്നീ മസ്സനിയൽ വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, വല്ലാത്തൊരു വിപത്തിൽ ഞാൻ പെട്ടിരിക്കുകയാണ് റബ്ബേ, എന്റെ ദണ്ണം പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ. ആ പ്രാർത്ഥന പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോ ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തിനെ ബാധിച്ച പ്രയാസങ്ങൾ നാം നീക്കിക്കൊടുത്തു. ഇതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. രോഗം മാറാൻ പോകേണ്ടത് പടച്ചോന്റെ അടുത്തേക്കാണ്, മഖ്ബറയിലല്ല. രോഗം ബാധിച്ചു മരണപ്പെട്ടവരുടെ മഖ്ബറയിലേക്കല്ല. രോഗം മാറാൻ വേണ്ടി രോഗിയായ മനുഷ്യൻ പോകേണ്ടത് പടച്ചോന്റെ അടുത്തേക്ക്. രോഗം തരുന്നതും രോഗം ശിഫയാക്കുന്നതും പടച്ചോൻ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രയാസത്തിൽ പെട്ടു. മത്സ്യത്തിന്റെ വായ്ക്കകത്ത് കുടുങ്ങി, ഇരുട്ടിൽ കുടുങ്ങി, കടലിന്റെ ഉള്ളിൽ കുടുങ്ങി. എവിടെ നിന്ന് ആരെയാണ്? ഇലാ ഹദ്റത്തി മുഹീദ്ദീൻ ശൈഖാണോ? ഇലാ ഹദ്റത്തി നൂഹ് നബിയാണോ? ഇതൊന്നും ഓൾക്ക് അറിയില്ല. യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന്റെ പേരാണ് തൗഹീദ്. ഇത് ഏതങ്ങാടിയിലും ഏത് നാട്ടുകാരോടും
അള്ളാന്റെ ഖുർആൻ വെച്ച് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. എല്ലാ അമ്പിയാക്കന്മാരുടെയും പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നത് അതാണ്. ഇനി അതുമാത്രമല്ല, ആ പ്രവാചകന്മാരുടെ പേരെല്ലാം പഠിപ്പിച്ചിട്ട് ഏകദേശം 18 നബിമാരുടെ പേര് സൂറത്തുൽ അൻആമിന്റെ 90-ാമത്തെ ആയത്തിന് മുമ്പ് വരെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഉലൈകല്ലദീന ഹദല്ലാഹ്, അമ്പിയാക്കന്മാർ അല്ലാഹു സന്മാർഗം കൊടുത്തവരാണ്. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റിക്കോളൂ. അതിലേക്ക് വാ, അത് നല്ല മാർഗമാണ്. നമ്മളൊക്കെ അമ്പിയാക്കന്മാരുടെ, സിദ്ദീഖുമാരുടെ, ശുഹദാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിലാണ് പോണ്ടത്. ആ മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അവർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ സങ്കടങ്ങൾ തീർത്തത് അള്ളാഹുവിലേക്കായിരുന്നു. ബദരീങ്ങളെ രക്ഷിക്കണേ, കാക്കണേ എന്ന് പ്രാർത്ഥിക്കണ മനുഷ്യന്മാര് ചിന്തിച്ചോക്കണം കേട്ടോ. ബദർ യുദ്ധത്തിൽ പുറപ്പെട്ട 313ഓളം ആളുകളിൽ നബിതങ്ങൾ ഉണ്ടായിരുന്നു നേതാവ്. മരണപ്പെട്ട 13ഓളം സ്വഹാബത്ത്, ശുഹദാക്കന്മാരുണ്ടല്ലോ, 14 ആളുകൾ 8 മാറും. അതിൽ പങ്കെടുത്തവരെല്ലാം ഉണ്ടല്ലോ. അവർ ആ തലേ ദിവസം രാത്രിയിൽ സുജൂദിൽ കിടന്ന് കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനെ പഠിപ്പിക്കുന്നുണ്ട്. അവർ ആരോടാണെന്ന് പ്രാർത്ഥിച്ചത്? യുദ്ധത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ബദരിൽ പങ്കെടുത്തവർ ആരോടാ പ്രാർത്ഥിച്ചത്? സൂറത്തുൽ അൻഫാൽ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ബദരിൽ നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗാസ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കി നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. ബദരീങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗാസ ചോദിച്ചപ്പോ അള്ളാഹ് അവരെ സഹായിച്ചു. നമ്മളോ ബദരീങ്ങളെ ബറക്കത്തിനാൽ തുണയാക്കണം യാ റബ്ബനാ. ഇതും പറഞ്ഞ് പഠിപ്പിച്ച് പാടിക്കൊണ്ടിരിക്കുക. അവര് പട്ടിണി കടന്ന് യുദ്ധം ചെയ്യാ, ഇവിടെ പോത്തർച്ചക്ക് തല്ലൂടുക. അടുത്തൊരു മഹല്ലില്, മലപ്പുറം ജില്ലയിൽ ഒരു മഹല്ലില് വമ്പൻ പോരാട്ടം നടക്കണം. ഒരു കുടുംബത്തിന് ഇറച്ചി കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഒരു കുടുംബത്തിന് നെയ്ച്ചോറും ഇറച്ചിയും കിട്ടാത്തതിന്റെ പേരിൽ മഹല്ലിൽ ഭയങ്കര പ്രശ്നം. അതിന്റെ ഓഡിയോസ് ഫോണിൽ കിടക്കുന്നുണ്ട്. യുദ്ധം നടന്നില്ല എന്ന് മാത്രമുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് ചർച്ച? അവിടെ പട്ടിണി കടന്ന് യുദ്ധം ചെയ്യാം. ഇവിടെ ചെമ്പിൽ വരട്ടിയിട്ട് ഇങ്ങനെ വരിക്ക് നിന്ന് കൊടുക്കുക, തിന്നിട്ട് കുടി പോയി കിടന്നുറങ്ങുക. എന്തെല്ലാം നിലക്കുള്ള അബദ്ധങ്ങൾ, തെറ്റിദ്ധാരണകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂക്കിനെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടോ? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. നിങ്ങൾ അല്ലാഹുവല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവരൊക്കെ അടിമകളാണ്. എല്ലാവരും അടിമകളാണ്, എല്ലാവരും അടിമകളാണ്. നീ ഏത് സൃഷ്ടിനോട് ചോദിച്ചാലും നീയും ദുർബലനാണ്, ആ കബർ കിടക്കണോടും ദുർബലനാണ്. ഒന്നും തരാൻ കഴിവില്ലാത്ത ഒരു ഈച്ച കൊണ്ടുപോകുന്ന ഭക്ഷണം പോലും തിരിച്ചു കൊണ്ടുവന്ന് വെക്കാൻ കഴിവില്ലാത്തവരാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനോട് മാത്രം പ്രാർത്ഥിക്കാനുമുള്ള തൗഹീദിന്റെ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നാലാമത്, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരാൾ, ആ മനുഷ്യന് പറ്റുന്ന അബദ്ധം, ഇൻ തദ്ഊഹും, നിങ്ങൾ ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആകൾ അവർ കേൾക്കൂല. മലപ്പുറം ടൗണില് ഇന്ന് ജീവിച്ചിരിപ്പുള്ള നിങ്ങളെ വലിയൊരു നേതാവുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു നേതാവുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഒരു ആവശ്യത്തിന് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കൂ.
ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്ന് മലപ്പുറങ്ങാടി കിടക്കുന്ന ഒരു മഹാപണ്ഡിതനെ ഇവിടുന്ന് നമ്മളൊരു കാര്യം ചോദിച്ച് പ്രാർത്ഥിച്ചാൽ തെളിവുണ്ടോ? കൊണ്ടുവരാൻ വല്ല തെളിവും കിട്ടുമോ? ഒരു രക്ഷയില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ മരിച്ചാലെല്ലാം സംഭവിക്കുന്നത്? ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു, ഇവർ മരിച്ചാൽ കഴിവ് കൂടും. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കഴിവാണ് മരിച്ചാലെന്ന് ഈ സാധുക്കളെ പഠിപ്പിച്ചു. തിരുവനന്തപുരത്ത് ഭീമാപള്ളി മുതൽ കാസർഗോഡ് ഉള്ളാൾ ദർഗ വരെയുള്ള മഖാമുകളിൽ ആയിരക്കണക്കിന് മഖാമുകളിലേക്ക് ദർഗകളിലേക്ക് എന്തിനാ ഇവിടുന്ന് കൊണ്ടുപോണത്? അവിടെ ചെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിച്ചു. രോഗം മാറാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, കല്യാണം ശരിയാവാൻ, ജോലി ശരിയാവാൻ. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാണ് വണ്ടി അതിന്റെ ചാവി ഫസ്റ്റ് കൊണ്ടുപോയിട്ട് ചാവി കൊണ്ടുപോയിട്ട് അയിമന്ന് കൊണ്ടുപോയി മുത്തി പാസ്പോർട്ട് എടുത്തിട്ട് ഗൾഫിക്ക് വിസ ശരിയാകാൻ വേണ്ടി പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് സ്ക്രാച്ച് ചെയ്തിട്ടാ പോരുന്നത്. ഒന്ന് എഴുതി കൊടുത്തിട്ട് എടുത്തിട്ട് പൊതിഞ്ഞിട്ട് പോരുകയാണ്. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കൊതിക്കണ മനുഷ്യന്മാരുണ്ട്. വണ്ടി എടുത്തിട്ട് അയിമൊരു പച്ച തുണി കെട്ടി വെച്ച് അവിടുന്ന് കറാമത്തുള്ളതെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ബൈക്കുമ്പോ കെട്ടി പോരുന്ന കുറെ മനുഷ്യന്മാർ. 1.5 ലക്ഷത്തിന്റെ ബൈക്കുമേ 25 റുപ്യന്റെ ഒരു തുണി കെട്ടിച്ചാല് ഒക്കെ ശരിയാകും. ഇതൊക്കെ തവക്കുലാണ് എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു വലിയ അബദ്ധത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഒരാളോട് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ കേൾക്കൂല. കേട്ടാ തന്നെയും നിങ്ങളുടെ പ്രയാസം മാറ്റി ഉത്തരം നൽകാൻ അവർക്ക് കഴിയൂല. പരലോകത്ത് വന്നാൽ വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈസാ നബി പറയും, ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ആരാധിക്കാൻ. എല്ലാരും പറയും, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരാധിക്കാൻ. ജൂതന്മാർ ആരാധിക്കുന്ന ഉസൈർ നബി പറയും, ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ആരാധിക്കാൻ. ഓരോരുത്തരും അത് നിഷേധിക്കും എന്നർത്ഥം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഏറ്റവും വഴിപിഴച്ച മനുഷ്യൻ ആരാന്നറിയുമോ? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ, ഒരിക്കലും ഉത്തരം കിട്ടാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? അവനാണ് പിഴച്ചവൻ, അവരാണ് പിഴച്ചവർ. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ ഏറെ ഗൗരവത്തോടെ അള്ളാഹുവിലേക്കാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പോകേണ്ടത് എന്ന ബോധ്യം നമുക്ക് ആവശ്യമാണ്. എന്ന് മാത്രവുമല്ല, പലപ്പോഴായി ഇത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങളും അതല്ലെങ്കിൽ അത്തരത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കിതാബുകളിലൂടെയും ജനങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന പല കിതാബുകളിലേക്കാണ്. അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് മുഴുവൻ അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം നടത്തിയ പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ. രോഗിന്റെ അടുത്ത് എന്നപ്പോ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത. മയ്യിത്തിന്റെ അടുത്ത് എന്നപ്പോ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹുമ്മ റബ്ബി റബ്ബന എന്നല്ലാത്തൊരു പ്രാർത്ഥന നമ്മൾ കാണുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ഓതിക്കൊണ്ടിരിക്കുന്ന മാലമൗലീദുകൾ, ഖുത്ബിയ്യത്തുകൾ, ഹദ്ദാദ്, റാത്തീബ്, സ്വലാത്ത് വാർഷികങ്ങൾ, നൂറെ ഹബീബ്, ഇഷ്കെ ഹബീബ്, സ്വലാത്തുൽ ഫാത്തിഹ്, അറിവിൻ നിലാവ്, ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ പുതിയ മജ്ലിസുകളിൽ ആരോടാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ആരെയാണ് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത്? സുഹൃത്തുക്കളെ, ഇത്തരം ഗ്രന്ഥങ്ങൾ ആരെങ്കിലും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ യഥാർത്ഥ ഈമാൻ കൊള്ളയടിക്കപ്പെടും. 1400 കൊല്ലം പഴക്കമുള്ള ഖുർആനിനെ മാറ്റിവെച്ചിട്ട് ഈ മാലകളും പക്ഷിപ്പാട്ടും കിളിപ്പാട്ടും ഹദ്ദാദും റാത്തീബും ചൊല്ലുമ്പോ പഠിച്ചോ, ഇത് ഒരിക്കലും സ്വഹാബത്ത് കണ്ട് പരിചയമുള്ള ഗ്രന്ഥങ്ങളല്ല. സ്വർഗം കിട്ടാനുള്ള യോഗ്യരായ ആദ്യ തലമുറയാണ് അവര് കണ്ടിട്ടില്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ഈ ഗ്രന്ഥങ്ങളൊന്നും പരിചയമില്ല. സലഫ് സ്വാലിഹീങ്ങളായ മുഹദ്ദിസീങ്ങളായ 6 പണ്ഡിതന്മാരുണ്ടല്ലോ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അടക്കം. ഓൽക്ക് കിതാബ് അറിയില്ല, മുഹിദ്ദിമാൽ അറിയില്ല, കുത്തുബിയത്ത് അറിയില്ല, റിഫായി റാത്തീബിന്റെ ഉത്തറാത്തീബ് ഓൽക്കറിയില്ല. ഇത് 700-800 കൊല്ലം പഴക്കം മാത്രമുള്ളതാണ്. ഇത് പുത്തൻ വാദമാണ്, ഇത് പുതിയതുണ്ടായതാണ്. ഇത് നമുക്ക് പറ്റൂല.
അതിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് എഴുതിയുണ്ടാക്കുന്ന മനുഷ്യൻ എന്താ ഗ്രഹിച്ചിട്ടാ ചെയ്യുന്നത്? അയാൾ എന്തെങ്കിലും ഒരു ലാഭം കാണാതെ നടക്കൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കൈയോണ്ട് ഓരോ കിതാബ് എഴുതിണ്ടാക്കുക. സുമ്മ യഖൂലൂന ഹദാ മിൻ ഇൻദില്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കും ചെയ്യാ. ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ, തുച്ഛമായ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്രീ ആയിട്ടില്ലല്ലോ, ഇതിന്റെ ഒക്കെ പിന്നിൽ ലാഭങ്ങളുണ്ട്. തുച്ഛമായ ലാഭത്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് നാശമുണ്ട്. ഫവൈലുൽ ലഹും മിമ്മാ കതബത ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അത് എഴുതിയുണ്ടാക്കുന്നതും അതിലൂടെ സമ്പാദിക്കുന്നതും അവർക്ക് നാശമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് നന്നായി ആലോചിക്കാം. നമ്മുടെ നേർച്ചകളും വഴിപാടുകളും ബലികർമ്മങ്ങളും എല്ലാം അല്ലാഹ്ക്ക് കൊടുക്കുക. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഫസല്ലി, നബിയേ നിങ്ങൾ നിസ്കരിക്കുക. ആർക്ക് വേണ്ടി? ലിറബ്ബിക, റബ്ബിന് വേണ്ടി. വൻഹർ, നിങ്ങൾ റബ്ബിന് വേണ്ടി ബലിയറുക്കുക. വലിയനാക്ക് പോത്തിനർത്തു. ഇബ്രാഹിം നബിന്റെ കൂലിട്ടാനാണോ? ഇസ്മായിൽ നബിന്റെ പൊരുത്തം കിട്ടാനാണോ? എങ്കിൽ ആ അറബ് ബാത്തിലാണ്. നമ്മുടെ കുട്ടിനെ അക്കീക്കറുത്തു, കുട്ടിനെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണോ? കുട്ടിനെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണോ? അള്ളാഹുവിന്റെ തീരുമാനം വഹീന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം പഠിപ്പിച്ചു. ആ നീയത്ത് വെച്ച് നമ്മൾ അതിനെ അറുത്തു. എന്നാൽ ബദരീങ്ങളുടെ ആണ്ടിന്റെ അന്ന് അറുത്തതിന്റെ പോരിശ എന്താ? ബിസ്മി ചൊല്ലിയിട്ടുണ്ടാകാം. ഉദ്ദേശം എന്തായിരുന്നു? തഖർറുബൻ ഇലാ ഗൈരില്ലാഹ്, അല്ലാഹുവല്ലാത്തവരുടെ സാമീപ്യം പ്രതീക്ഷിച്ചിട്ടാണ്. ഈലാനി ദിനത്തിന് വമ്പൻ പോത്തുകളെ കൊണ്ട് അറുത്തത് ആർക്കു വേണ്ടിയിട്ടാണ്? ബിസ്മി ചൊല്ലിയിട്ടുണ്ടാവാം, പക്ഷേ ആ അറവ് കൊണ്ട് സാമീപ്യം ആഗ്രഹിക്കുന്നത് ജീലാനിയുടേതാണ്. അത് നമുക്ക് അബദ്ധം, അത് വമ്പൻ അപരാധമാണ്. അള്ളാഹുവിലുള്ള ആരാധന നഷ്ടപ്പെട്ട. നേർച്ച ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയാണ്? മന്നദറ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും വല്ല നേർച്ചയും ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് അല്ലാഹ് ശപിച്ചിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നവൻ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച നിർവഹിക്കുന്നവൻ ഏറെ മോശപ്പെട്ടവനായി ശിർക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ഇന്ന മഖാമിൽ ആട്, ഇവിടെക്കണ്ട് മലപ്പുറത്തിന്റെ പല സ്ഥലത്തുണ്ട്, മഖാമുകളുടെ മുമ്പിൽ ആടുകളെ നേർച്ചയാക്കുന്നവർ, പല വ്യക്തികളുടെ പേരിൽ നേർച്ചയാക്കുന്നവർ, ആ നിലക്ക് നേർച്ചകൾ വരെ വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ നേർച്ചയെ ദീനെന്ന് പഠിക്കാതെ പോകുക. ഇങ്ങനെ ഏതൊക്കെ കാര്യത്തിലാണെങ്കിലും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടുന്ന, അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടുന്ന മനുഷ്യന്മാര് അള്ളാഹു വല്ലാത്തവരിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ പിഴവെന്താണ്? ശിർക്ക് സംഭവിക്കുന്നു. തൗഹീദിന്റെ നേരെ ഓപ്പോസിറ്റാണ് ശിർക്ക്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. ഈ നാട്ടിൽ ഒരു മനുഷ്യൻ ഒരാളെ കൊന്നാൽ നിങ്ങൾക്ക് ആ മനുഷ്യനോട് എന്ത് വെറുപ്പുണ്ടാവും? ഈ നാട്ടിൽ പലിശ പരസ്യമായി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടാവും? അതിനേക്കാൾ ഗൗരവമാണ് ശിർക്ക് ചെയ്യുന്ന മനുഷ്യൻ. അശ്ശിർക്കു ബില്ലാഹ് ഒന്നാമത്തെ പാപമാണ്. മഹാപാപങ്ങളിൽ ഒന്നാമത്തെ പാപമാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുക.